താവം മേൽപ്പാലത്തിലെ കുഴികൾക്ക് ശാശ്വത പരിഹാരം കാണാൻ വിദഗ്ധ സംഘം പഠനം നടത്തും. പാലത്തിൽ വീണ്ടും രൂപപ്പെട്ട കുഴികൾ തിങ്കളാഴ്ച രാത്രിയോടെ അടച്ചു. മഴ മാറുന്ന മുറയ്ക്ക് KSTP റോഡ് ഉപരിതലം മിനുക്കൽ പ്രവൃത്തി ആരംഭിക്കുമെന്നും വിജയൻ MLA പറഞ്ഞു. പഴയങ്ങാടി താവം മേൽപ്പാലത്തിൽ അടിക്കടി രൂപപ്പെടുന്ന കുഴിയാണ് ജനങ്ങൾക്ക് അപകടക്കെണിയാവുന്നത്. മഴ ശക്തമായതോടെ വലിയ കുഴികളാണ് പാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിന്റെ കമ്പി ഉൾപ്പെടെ പുറത്തു കാണുന്ന രീതിയിലാണ് റോഡ് തകർന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ആഴ്ച മേൽപ്പാലത്തിലെ കുഴി അടച്ചിരുന്നുവെങ്കിലും വീണ്ടും കുഴികൾ രൂപപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെ MLA ഇടപെട്ട് വീണ്ടും അറ്റകുറ്റപ്രവൃത്തി നടത്തി. താൽക്കാലിക പരിഹാരമെന്ന രീതിയിലാണ് ഇങ്ങനെ അറ്റകുറ്റപ്രവൃത്തി നടത്തുന്നത്. വിദഗ്ധ പഠനം നടത്താൻ ഉദ്യോഗസ്ഥ സംഘം എത്തുമെന്നും MLA പറഞ്ഞു. റോഡുകളിലെ കുഴികൾ താൽക്കാലികമായി നമ്മളിപ്പോൾ പൂർണ്ണമായും സെപ്റ്റംബർ ചെയ്യുന്നതിന് മുന്നേ താൽക്കാലികമായി അടക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുവേണ്ട നടപടി നടക്കുകയാണ്. ഈ പാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കാരണം എല്ലാ മഴക്കാലം വരുമ്പോഴും പാലത്തിൽ കുഴികൾ രൂപപ്പെടുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി താവം പാലത്തിൽ ഉൾപ്പെടെ രൂപപ്പെട്ട കുഴികൾ അടച്ചിട്ടുണ്ട്. കാരണം അത് താൽക്കാലികമാണ്. സ്വാഭാവികമായിട്ടും അതിൽ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഗൗരവമായ ഒരു പഠനം വേണം. അത് ഗൗരവമായിട്ടുള്ളൊരു പഠനം നടത്താൻ ബ്രിഡ്ജസ് വിഭാഗത്തെ അത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഗൗരവമായ പഠനം നടത്തി ഒരു ഇടപെടൽ ഉണ്ടാക്കണം എന്ന നിർദ്ദേശം കൊടുത്തു. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി നമ്മൾ കുഴികൾ ഇപ്പോൾ അടച്ചു പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇനിയും രൂപപ്പെടാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല. അതെന്തുകൊണ്ടുണ്ടാകുന്നു എന്നത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അത് വിദഗ്ധ സംഘം തന്നെ പഠിച്ച് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ PWD ബ്രിഡ്ജസ് വിഭാഗം ഇപ്പൊ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അത് നടക്കുകയാണ്. പാലത്തിലെ കുഴികൾ കാരണം ദുരിതത്തിലായ ജനങ്ങളും പ്രതിഷേധത്തിലാണ്. അതേസമയം മഴ മാറുന്ന മുറയ്ക്ക് KSTP റോഡിന്റെ ഉപരിതല മിനുക്കൽ പ്രവൃത്തി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.